പ്രിയപ്പെട്ട കുട്ടികളെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന 8ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബില്ലിൻ്റെ നിരാകരിക്കൽ, ഡിസോണർ ഓഫ് ദ ബിൽ എന്ന ഒരു പോയിൻ്റായിരുന്നു പഠിച്ചിരുന്നത്. ഡ്യൂ ഡേറ്റിൽ ബിൽ എമൗണ്ട് നൽകാൻ ഡ്രോയി പരാജയപ്പെടുമ്പോൾ അതിനെയാണ് ഡിസോണർ ഓഫ് ദ ബിൽ, ബില്ല് നിരാകരിക്കൽ എന്ന് പറയുന്നത്. ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം നൽകാത്തതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ബില്ല് നിരാകരിക്കുമ്പോൾ ബില്ല് വിലയില്ലാതാവുകയും ഈ കക്ഷികൾക്കിടയിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വീണ്ടും നിലവിൽ വരികയും ചെയ്യുന്നു. ഒരു ബില്ല് നിരാകരിക്കുമ്പോൾ ഡ്രോയർ അല്ലെങ്കിൽ ബില്ലിൻ്റെ കൈവശക്കാരൻ നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നിരാകരിക്കപ്പെട്ട വസ്തുത ബില്ലിൽ രജിസ്റ്റർ ചെയ്യണം. ഈ പ്രക്രിയയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് കാലാവധി ദിനത്തിൽ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക നൽകാൻ ഡ്രോയി ബാധ്യസ്ഥനാണ്. കാലാവധി ദിനത്തിൽ ബിസിനസ് പ്രവൃത്തി സമയത്തിനുള്ളിൽ ബിൽ തുക നൽകാൻ ഡ്രോയി പരാജയപ്പെടുമ്പോൾ ബില്ല് നിരാകരിക്കപ്പെടുന്നു. ഇങ്ങനെ നിരാകരിക്കപ്പെട്ട ബില്ലുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ സാധാരണയായി ബില്ലുകൾ നോട്ടറി പബ്ലിക്കിന് മുന്നിൽ നോട്ട് ചെയ്യേണ്ടതാണ്. ഈ പ്രക്രിയയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. നോട്ടറി പബ്ലിക്ക് ബില്ലിൻ്റെ നിരാകരിക്കപ്പെട്ട വസ്തുത ബില്ലിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രവൃത്തിയെ പറയുന്ന പേരാണ് നോട്ടിംഗ്. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് അല്ലെങ്കിൽ കോടതി നിയമിക്കുന്ന വ്യക്തിയെയാണ് നോട്ടറി പബ്ലിക്ക് എന്ന് പറയുന്നത്. നോട്ടറി പബ്ലിക്ക് അവരുടെ സേവനത്തിന് ഒരു പ്രതിഫലം ചുമത്തുന്നു. ഈ പ്രതിഫലത്തെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. നോട്ടിംഗ് സേവനം ചെയ്യുമ്പോൾ നോട്ടറി പബ്ലിക്ക് ഡ്രോയറിൽ നിന്ന് അല്ലെങ്കിൽ ബില്ലിൻ്റെ കൈവശക്കാരനിൽ നിന്ന് ഒരു പ്രതിഫലം ഈടാക്കുന്നു. ഈ പ്രതിഫലത്തെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നോട്ടറി പബ്ലിക്ക് ചുമത്തുന്ന പ്രതിഫലമാണ് നോട്ടിംഗ് ചാർജ്. നോട്ടിംഗ് ചാർജ് നോട്ടറി പബ്ലിക്കിന് നൽകുന്നത് ഡ്രോയർ അല്ലെങ്കിൽ ബില്ലിൻ്റെ കൈവശക്കാരനാണ്. പക്ഷേ ഈ തുക ഡ്രോയിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കും. ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഡ്യൂ ഡേറ്റ് വരെ നിലനിർത്തിയ ബില്ല് നിരാകരിക്കപ്പെടുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ റിസീവബിൾ. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എൻഡോസ് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്. കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ച ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്. നെക്സ്റ്റ്, ജേണൽ എൻട്രീസ് ഫോർ നോട്ടിംഗ് ചാർജ്. ജേണൽ എൻട്രീസ് ഫോർ നോട്ടിംഗ് ചാർജ്. നോട്ടിംഗ് ചാർജിനുള്ള ജേണൽ എൻട്രികളെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോട്ടറി പബ്ലിക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലമായി നോട്ടിംഗ് ചാർജ് ചുമത്തുമ്പോൾ ഡ്രോയറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രികൾ എന്തെല്ലാമാണ്? ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നോട്ടറി പബ്ലിക്ക് ചുമത്തുന്ന ഒരു പ്രതിഫലമാണ് നോട്ടിംഗ് ചാർജ്. 3 കേസുകളാണ് ഇവിടെ വരുന്നത്. നോട്ടിംഗ് ചാർജ് ഒന്നുകിൽ ഡ്രോയർ നൽകാം, അങ്ങനെയെങ്കിൽ ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി എന്ത്. ഡിസ്കൗണ്ട് ചെയ്ത ബില്ലും അതുപോലെ തന്നെ കളക്ഷന് വേണ്ടി അയച്ച ബില്ലും നിരാകരിക്കപ്പെടുന്ന സമയത്ത് ബാങ്കിൻ്റെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരം കേസിൽ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ബാങ്കായിരിക്കും. ബാങ്ക് നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി എന്ത്. അതുപോലെ തന്നെ എൻഡോസ് ചെയ്ത ബില്ല് നിരാകരിക്കപ്പെടുമ്പോൾ നോട്ടിംഗ് ചാർജ് നൽകുന്നത് എൻഡോസി ആയിരിക്കും. എൻഡോസി നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ എന്തെല്ലാം? ഒന്നാമത്തത്, ഇഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ഡ്രോയർ. നോട്ടിംഗ് ചാർജ് ഡ്രോയർ നൽകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ഡ്രോയർ ആയിരിക്കും. ഡ്രോയർ നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ക്യാഷ് എന്ന അസറ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. ആ സമയം ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, കാരണം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു.
അതേസമയം ഈ നൽകിയ തുക നമ്മൾക്ക് ആര് തരാനുള്ളതാണ്? ഡ്രോയി തരാനുള്ളതാണ്. നോട്ടിംഗ് ചാർജ് ആര് നൽകിയാലും അത് നമ്മൾക്ക് ഡ്രോയിൽ നിന്ന് വീണ്ടെടുക്കാം. ഇങ്ങനെ നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ ഡ്രോയി എന്ന ഡെപ്റ്റർ വർദ്ധിക്കുന്നു. അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. 2. ഇഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ബാങ്ക്. ഇഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ബാങ്ക്. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോൾ, ബാങ്ക് ആണ് ഇവിടെ നോട്ടിംഗ് ചാർജ് നൽകുന്നത്. എപ്പോഴാണ് ബാങ്ക് നോട്ടിംഗ് ചാർജ് നൽകുക? ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡ്യൂ ഡേറ്റിൽ പണം സമാഹരിക്കുന്നത് ബാങ്കാണ്. ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് പണം സമാഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസോർഡർ ഓഫ് ദ ബിൽ. ആ സമയം ബില്ലിൻ്റെ കൈവശക്കാരൻ ബാങ്കാണ്. ബാങ്കായിരിക്കും നോട്ടിംഗ് രേഖപ്പെടുത്തുന്നത്, രജിസ്റ്റർ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ കലക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ച ബില്ല് ഡ്യൂ ഡേറ്റ് സമയത്ത് ബാങ്കിൻ്റെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. ബില്ല് നിരാകരിക്കുമ്പോൾ ബില്ലിന്മേൽ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ബാങ്കായിരിക്കും. ഇവിടെ ബാങ്ക് നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ ഡ്രോയറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രി എന്ത്? ബാങ്ക് നോട്ടിംഗ് ചാർജ് നൽകുമ്പോൾ ബാങ്കിന് പണം നൽകേണ്ടത് ഡ്രോയറാണ്. എന്നാൽ ഈ തുക നമുക്ക് ആരിൽ നിന്ന് വീണ്ടെടുക്കാം? നമുക്ക് ഡ്രോയിൽ നിന്ന് വീണ്ടെടുക്കാം. ഇവിടെ ഡ്രോയി എന്ന ഡെപ്റ്റർ വർദ്ധിക്കുന്നു. അതേസമയം ബാങ്ക് എന്ന ക്രെഡിറ്റർ വർദ്ധിക്കുന്നു. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോൾ ബാങ്കിന് നമ്മൾ പണം നൽകണം. അതേസമയം നമ്മൾക്ക് ഡ്രോയി പണം തരണം. ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ അക്കൗണ്ട്. ഇതാണ് ഇവിടെ വരുന്ന ജേണൽ എൻട്രി. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോൾ വരുന്ന ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോൾ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റർ ആകുന്നു. പക്ഷേ ഈ തുക നമ്മൾ ബാങ്കിന് നൽകണം. ഈ തുക നമുക്ക് ആരിൽ നിന്ന് വീണ്ടെടുക്കാം? ഡ്രോയിൽ നിന്ന് വീണ്ടെടുക്കാം. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ബാങ്ക്. ഇഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ എൻഡോസി. എൻഡോസ് ചെയ്ത ബില്ല് എൻഡോസിയുടെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് ബില്ല് നിരാകരിക്കുമ്പോൾ ആ ബില്ലിൽ നോട്ടിംഗ് നടത്തുന്നത് ബില്ലിൻ്റെ കൈവശക്കാരനായ എൻഡോസി ആയിരിക്കും. ഇവിടെ നോട്ടിംഗ് ചാർജ് നൽകുന്നത് എൻഡോസി ആണ്. ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ നോട്ടിംഗ് ചാർജ് എൻഡോസി നൽകുന്ന കേസിൽ ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി എന്ത്? ഇവിടെ എൻഡോസി ആരോടായിരിക്കും പണം ആവശ്യപ്പെടുക? എൻഡോസി പണം ആവശ്യപ്പെടുന്നത് തനിക്ക് ഈ ബില്ല് എൻഡോസ് ചെയ്ത് തന്ന വ്യക്തിയോടാണ്, അതായത് ഡ്രോയറോടാണ്. ഡ്രോയർ എൻഡോസിക്ക് പണം നൽകാനുണ്ട്. പക്ഷേ ഈ തുക നമുക്ക് ആരിൽ നിന്ന് വീണ്ടെടുക്കാം? ഡ്രോയിൽ നിന്ന് വീണ്ടെടുക്കാം. ഡ്രോയി തരാനുണ്ട്. ഇവിടെ നോട്ടിംഗ് ചാർജ് ഡ്രോയി തരാനുണ്ട്. ആ തുക നമ്മൾ എൻഡോസിക്ക് നൽകാനുമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ജേണൽ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ അക്കൗണ്ട്. ഇവിടെ ആരാണ് ഡെപ്റ്റർ? നമുക്ക് പണം തരാനുള്ളത് ഡ്രോയി ആണ്. ആർക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത്? എൻഡോസിക്കാണ്. അങ്ങനെയെങ്കിൽ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ എൻഡോസി. നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ എൻഡോസി. ഈ നോട്ടിംഗ് ചാർജിൻ്റെ ജേണൽ എൻട്രി ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആക്കി വെക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് ഡ്രോയർ നൽകുമ്പോഴുള്ള ജേണൽ എൻട്രിയാണിത്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകി. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് എൻഡോസി നൽകി. എൻഡോസി നൽകുമ്പോഴുള്ള ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്. ഇനി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയി. ഡ്രോയിയുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ എന്തെല്ലാം? ഡിസോണർ കേസിൽ ഡ്രോയിയുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രികൾ എന്തെല്ലാമാണ്? ആരാണ് ഡ്രോയി? ആരുടെ പേർക്കാണോ ബില്ല് എഴുതിയത് അയാളാണ് ഡ്രോയി, അല്ലെങ്കിൽ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഡ്രോയി. ഈ ഡ്രോയി ഡ്യൂ ഡേറ്റിൽ പണം നൽകാൻ സാധിക്കാതെ വരുമ്പോൾ അത്തരം സാഹചര്യത്തെയാണ്
ബില്ല് നിരാകരിക്കൽ എന്ന് പറയുന്നത്. ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് ഈ ബിൽസ് പേയബിൾ ഡിസോർഡർ ആകുമ്പോൾ, കാരണം ഇവിടെ ഡ്രൂയെ സംബന്ധിച്ച് ബിൽസ് പേയബിളാണ്, പണം നൽകേണ്ടതായ ബില്ലാണ്. ഈ ബിൽസ് പേയബിൾ ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി എന്ത്? ആക്സെപ്റ്റൻസ് നൽകുന്ന ആ ജേണൽ എൻട്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും, നേരെ വിപരീതമായിരിക്കും ഡിസോർഡറിൻ്റെ ജേണൽ എൻട്രി. ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുമ്പോഴുള്ള ജേണൽ എൻട്രി, ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണോ ജേണൽ എൻട്രി അതിൻ്റെ നേരെ എതിരായിരിക്കും. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ്. എന്നാൽ ബില്ല് നിരാകരിക്കുമ്പോൾ, ബില്ല് ഡിസോർഡർ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ജേണൽ എൻട്രി വരിക. അങ്ങനെയെങ്കിൽ ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. ബിൽസ് പേയബിൾ ഡിസോർഡർ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്, ബിൽസ് പേയബിൾ ഡിസോർഡേഴ്സ്. വെൻ നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ഡ്രോയർ, നോട്ടിംഗ് ചാർജ് ഡ്രോയർ നൽകുമ്പോൾ, ചിലപ്പോൾ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ഡ്രോയറോ ബാങ്കോ എൻഡോസിയോ ആകാം. ഇവിടെ ഇദ്ദേഹത്തിന് ആരോട് മാത്രമാണ് ബാധ്യത? ഇദ്ദേഹത്തിന് ബാധ്യത ഡ്രോയറോട് മാത്രമാണ്. ഇവിടെ ആര് നോട്ടിംഗ് ചാർജ് നൽകിയാലും ഇദ്ദേഹത്തിന് ബാധ്യത ഡ്രോയറോട് മാത്രമാണ്. ഇവിടെ ആര് നോട്ടിംഗ് ചാർജ് നൽകിയാലും വരുന്ന ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ വരുന്ന, ഡ്രോയിയുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രി നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. വെൻ നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ഡ്രോയർ, നോട്ടിംഗ് ചാർജ് ഡ്രോയർ നൽകുമ്പോൾ ജേണൽ എൻട്രി നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. കാരണം ഇവിടെ ഡ്രോയിയെ സംബന്ധിച്ച് നോട്ടിംഗ് ചാർജ് ചെലവാണ്, ഡ്രോയിയെ സംബന്ധിച്ച് നോട്ടിംഗ് ചാർജ് ചെലവാണ്. ഇത് പണമായി നൽകിയിട്ടില്ല. ഇത് പണമായി നൽകുന്നത് വരെ ആരോട് കടപ്പെട്ടിരിക്കുന്നു? ഡ്രോയറോടുള്ള ബാധ്യത കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് എന്നുള്ളത് ഡ്രോയിയെ സംബന്ധിച്ച് ചെലവാണ്. അതേസമയം ഡ്രോയർ എന്ന ക്രെഡിറ്റർ എന്ന ബാധ്യത ഇവിടെ വർദ്ധിക്കുന്നു. ക്രെഡിറ്റർ എന്ന ബാധ്യത വർദ്ധിക്കുന്നു. ഇവിടെ വരുന്ന ജേണൽ എൻട്രി നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്, നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ഡ്രോയർ. ബിൽസ് പേയബിൾ ഡിസോർഡർ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് ഡ്രോയർ നൽകുമ്പോഴുള്ള ജേണൽ എൻട്രി നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയർ അക്കൗണ്ട്. ഈ ഒരു എക്സാമ്പിൾ ഒന്ന് വായിക്കുക. On 1st July 2011, Mrs. Kavita sold goods to Mrs. Moli for ₹10,000 and drew 2 months bill for the amount which was duly accepted. ജൂലൈ 1, 2011 മിസ്സിസ് കവിത മിസ്സിസ് മോളിക്ക് 10,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ഈ തുകയ്ക്കുള്ള 2 മാസത്തേക്കുള്ള ഒരു ബില്ല് കവിത രേഖപ്പെടുത്തി മോളി ആക്സെപ്റ്റ് ചെയ്തു. ഓൺ 5th July 2011, മിസ്സിസ് കവിത ഡിസ്കൗണ്ടഡ് ദ സെയിം വിത്ത് ദ ബാങ്ക് for ₹8,500. മിസ്സിസ് കവിത ഈ ബില്ല് തൻ്റെ ബാങ്കിൽ 8,500 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ചെയ്തു. 10,000 രൂപ വിലയുള്ള ആ ബില്ല് 8,500 രൂപ ക്യാഷിനാണ് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ 10,000 മൈനസ് 8,500 ഇസ് ഈക്വൽ ടു 1,500 ഡിസ്കൗണ്ടാണ്, ഡിസ്കൗണ്ട് എമൗണ്ടാണ്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോർഡേഡ് ആൻഡ് നോട്ടിംഗ് ചാർജ് ഓഫ് ₹150 വാസ് പെയ്ഡ് ബൈ ദ ബാങ്ക്. കാലാവധി തീയതിയിൽ ബില്ല് അനാദരിക്കപ്പെട്ടു. 150 രൂപ നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകി. ഷോ ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. 2 കക്ഷികളുടെയും ബുക്കിലുള്ള ആവശ്യമായ ജേണൽ എൻട്രികൾ കാണിക്കുക. ഇവിടെ ഡ്രോയർ ആയി വരുന്നത് കവിതയാണ്, കാരണം വിൽപ്പനക്കാരൻ കവിതയാണ്. അതേസമയം മോളി ഡ്രോയിയാണ്. ഡ്രോയറുടെ ബുക്കിൽ ഉള്ള ട്രാൻസാക്ഷനുകൾ ഏതെല്ലാം?
കവിതയുടെ ബുക്കിലുള്ള ട്രാൻസ്ലേഷനുകൾ എന്തായിരിക്കും? 1. മോളിക്ക് സാധനങ്ങൾ വിറ്റു. 2. മോളിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടി. 3. ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. 4. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡ്യൂ ഡേറ്റിൽ ഡിസോണറായി. അവസാനത്തേത് നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകി. ഇങ്ങനെ 5 ട്രാൻസ്ലേഷനുകളാണ് കവിതയുടെ ബുക്കിൽ വരുന്നത്. 1. മോളിക്ക് സാധനങ്ങൾ വിറ്റു. 2. മോളിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടി. 3. ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. 8500 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ചെയ്തു. 4. ഡ്യൂ ഡേറ്റിൽ ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണറായി. 5. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകി. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന ജേർണൽ എൻട്രി എന്ന് നമുക്ക് നോക്കാം. 1. മോളിക്ക് സാധനങ്ങൾ വെക്കുമ്പോൾ ജേർണൽ എൻട്രി മോളി അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ്, മോളിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടി. ഇതേ ദിവസം തന്നെ മോളിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് അപ്റ്റഡ് ടു മോളി അക്കൗണ്ട്. ഈ ബില്ല് ജൂലൈ 5, 2011 ഡിസ്കൗണ്ട് ചെയ്തു. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 8500, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 1500, ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്സ് 10000. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്സ്. നരേഷനായിട്ട് വരുന്നത് ബിൽ ഡിസ്കൗണ്ടഡ്. ഇനി ഈ ബില്ല് ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് ഡിസോർഡർ ആകുന്നു. എന്നാണ് ഡ്യൂ ഡേറ്റ്? ജൂലൈ 1 ബില്ല് എഴുതിയത്. ജൂലൈ 1 ബില്ല് എഴുതുകയാണെങ്കിൽ ഓഗസ്റ്റ് 1 1 മാസം, സെപ്റ്റംബർ 1 2 മാസം, പ്ലസ് 3 അധിക ദിവസങ്ങൾ കൂട്ടണം. അപ്പോൾ സെപ്റ്റംബർ 4 ഈ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ്. അങ്ങനെ സെപ്റ്റംബർ 4 ഈ ബില്ല്, ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? ജേർണൽ എൻട്രി ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതായിരിക്കും ജേർണൽ എൻട്രി. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേർണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയിൽ നിന്ന് നമുക്ക് പണം കിട്ടാനുണ്ട്, ബാങ്കിന് നമ്മൾ പണം നൽകാനുണ്ട്. വരുന്ന ജേർണൽ എൻട്രി മോളി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് ഇവിടെ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ആരാണ്? ഇവിടെ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ബാങ്കാണ്. നോട്ടിംഗ് ചാർജ് ബാങ്കാണ് നൽകുന്നതെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി? നോട്ടിംഗ് ചാർജിൻ്റെ ജേർണൽ എൻട്രി എന്താണ്? നോട്ടിംഗ് ചാർജിൻ്റെ ജേർണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് തന്നെയാണ്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അതുകൊണ്ട് ഇവിടെ വേറിട്ട് 2 ജേർണൽ എൻട്രി എഴുതുന്നതിന് പകരം ബിൽ എമൗണ്ട്, ഡിസോർഡറായ ബിൽ എമൗണ്ട് 10000-ൻ്റെ കൂടെ ഈ 150 രൂപ കൂടി കൂട്ടി എഴുതിയാൽ മതി. കാരണം ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോഴും നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോഴുമുള്ള ജേർണൽ എൻട്രി ഒന്ന് തന്നെയാണ്. ജേർണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബില്ല് ഡിസോർഡർ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി, ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോഴുള്ള ജേർണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അതുകൊണ്ട് ഈ ഡിസോർഡറായ ബില്ലിൻ്റെ തുകയോടൊപ്പം നോട്ടിംഗ് ചാർജിൻ്റെ തുക കൂടി നമ്മൾക്ക് കൂട്ടി ഒരു ജേർണൽ എൻട്രിയായി എഴുതാം. ഇതിന് പകരമായി വേണമെങ്കിൽ ഇതേ ജേർണൽ എൻട്രി ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ മോളി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് 10000, നോട്ടിംഗ് ചാർജ് ബാങ്ക് നൽകുമ്പോൾ ജേർണൽ എൻട്രി മോളി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് 150 ഇങ്ങനെ രേഖപ്പെടുത്താം. അതിന് പകരമായി ഈ രണ്ടിനും കൂടിയുള്ള ജേർണൽ എൻട്രി ഒരുമിച്ച് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്തത്. ബിൽ ഡിസോർഡേഡ് ആൻഡ് നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ബാങ്ക്. ഇനി
ഡ്രോയിയുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രി എന്താണ്, മോളിയുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മോളിയുടെ ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷനുകൾ എന്തൊക്കെയാണ്? മോളിയുടെ ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷനുകൾ എന്താണ്? ഒന്ന്, കവിതയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. കവിതയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. രണ്ട്, കവിതയ്ക്ക് ആക്സെപ്റ്റൻസ് നൽകി. കവിതയ്ക്ക് ആക്സെപ്റ്റൻസ് നൽകി. മൂന്ന്, ഡ്യൂ ഡേറ്റിൽ ബില്ല് അനാദരിക്കപ്പെട്ടു അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ടു. ഡ്യൂ ഡേറ്റിൽ ബില്ല് നിരാകരിക്കപ്പെട്ടു. അവസാനത്തെ ട്രാൻസാക്ഷൻ നോട്ട് ഇൻ ചാർജ് ഡ്രോയർ നൽകി. നോട്ട് ഇൻ ചാർജ് ഡ്രോയർ നൽകി. എന്തൊക്കെയാണ് മോളിയുടെ ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻ? ഒന്ന്, കവിതയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. എന്തായിരിക്കും ജേർണൽ എൻട്രി? കവിതയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ഇതാണ് ആദ്യത്തെ ജേർണൽ എൻട്രി. പർച്ചേസസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. 10,000 ഡേറ്റ് ജൂലൈ 1, 2011. ഇനി ആ ദിവസം തന്നെ കവിതയ്ക്ക് ആക്സെപ്റ്റൻസ് നൽകി. ആക്സെപ്റ്റൻസ് നൽകുമ്പോഴുള്ള ജേർണൽ എൻട്രി കവിത അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. കവിത അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. 10,000 രൂപ വിലയുള്ള ആ ബില്ല് ഇദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി കവിത അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇനി ഡ്യൂ ഡേറ്റിൻ്റെ അന്ന്, എന്നാണ് ഡ്യൂ ഡേറ്റ്? സെപ്റ്റംബർ 4 കാരണം ജൂലൈ 1 ഈ ബില്ല് എഴുതിയത്. ജൂലൈ, ഓഗസ്റ്റ് 1 ഒരു മാസം, 2 മാസത്തെ ബില്ലാണ്. അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ 1 നോർമൽ ഡ്യൂ ഡേറ്റ് പ്ലസ് 3 അധിക ദിവസങ്ങൾ. അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ 4. സെപ്റ്റംബർ 4 ഈ ബില്ല് അനാദരിക്കപ്പെട്ടു അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ടു. അങ്ങനെ നിരാകരിക്കപ്പെടുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്ത്? ആക്സെപ്റ്റൻസ് നൽകിയതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രിയാണ്. ഇതിൻ്റെ നേരെ വിപരീത എൻട്രി എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസോർഡർ എൻട്രി ഇവിടെ വരും. എന്താണ് ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി കവിത അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബില്ല് നിരാകരിക്കപ്പെടുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. പിന്നെ നോട്ട് ഇൻ ചാർജ് കവിത നൽകുമ്പോൾ ജേർണൽ എൻട്രി. നോട്ട് ഇൻ ചാർജ് കവിത നൽകുമ്പോൾ ജേർണൽ എൻട്രി നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ഇവിടെ ഈ 2 ജേർണൽ എൻട്രിയിലും കവിത ക്രെഡിറ്റ് ആണ് വരുന്നത്. ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ഈ ബില്ലിൻ്റെ നോട്ട് ഇൻ ചാർജ് കവിത നൽകുമ്പോൾ ജേർണൽ എൻട്രി നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഒരു കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഉണ്ടാക്കാം. വരുന്ന ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 10,000, നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ 150 ടു കവിത അക്കൗണ്ട് 10,150. വേണമെങ്കിൽ 2 സിമ്പിൾ ജേർണൽ എൻട്രി ആക്കി ഇവിടെ എഴുതാം. ആദ്യത്തെ ജേർണൽ എൻട്രി ബില്ല് ഡിസോർഡർ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട് 10,000 അങ്ങനെ എഴുതാം. തുടർന്ന് 4ാമത്തെ ജേർണൽ എൻട്രി ആയിട്ട് നോട്ട് ഇൻ ചാർജ് ഡ്രോയർ നൽകുമ്പോഴുള്ള ജേർണൽ എൻട്രി എഴുതാം. ഡ്രോയർ നോട്ട് ഇൻ ചാർജ് നൽകുമ്പോൾ ജേർണൽ എൻട്രി നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട്. ഇത് ഒരു ദിവസം നടക്കുന്ന 2 ട്രാൻസാക്ഷനുകളാണ്. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷനുകളിലെ കോമൺ ആയി വരുന്ന കവിതയെ ഒരു പ്രാവശ്യം നമ്മൾ രേഖപ്പെടുത്തി. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ജേർണൽ എൻട്രി നമുക്കിവിടെ ഉണ്ടാക്കാം. ഈ കോമ്പൗണ്ട് ജേർണൽ എൻട്രിക്ക് പകരമായി 2 സിമ്പിൾ ജേർണൽ എൻട്രി 4/9/2011 എഴുതാം. എന്താണ് ആദ്യത്തെ ജേർണൽ എൻട്രി? ബിൽ ഡിസോർഡർ ആകുമ്പോൾ ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട് 10,000 ബിൽസ് പേയബിൾ ഡിസോർഡേറ്റ്. നോട്ട് ഇൻ ചാർജ് ഡ്രോയർ നൽകി ജേർണൽ എൻട്രി നോട്ട് ഇൻ ചാർജസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കവിത അക്കൗണ്ട് 150. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.